നമ്മുടെ ചെടികളൊക്കെ നട്ടു, പച്ചക്കറികളൊക്കെ വളർന്നു, ഒരുവിധം പൂവിടുന്ന സ്റ്റേജായി. ഇനി നമ്മൾ ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള വളങ്ങൾ നൽകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ജൈവ സ്ലറി തന്നെയാണ്. ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ സ്ഥലമേ വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ഈ പടർന്നു കയറുന്ന വള്ളിച്ചെടികളെ എല്ലാം നമ്മൾ ഭിത്തിയോട് ചേർത്താണ് നട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പയറും സാലഡ് കുക്കുംബറും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്നത്. സാലഡ് കുക്കുംബറും പയറും ഒക്കെ പൂവിട്ട് തുടങ്ങി. ഇനി അവർക്ക് നല്ല പോഷകമുള്ള വളങ്ങൾ കൊടുക്കണം. അതും ലിക്വിഡ് ഫോമിൽ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. വേരുകൾക്ക് ഈസി ആയിട്ട് അത് വലിച്ചെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ആ പ്രോപ്പറായിട്ടുള്ള വളം, ജൈവ സ്ലറി മിക്സ്. ഇതെന്നും ഇവിടെ സ്റ്റോക്കായിരിക്കും. ഒരു മിനിമം 5-6 ദിവസം മതി ഇത് പുളിച്ചെടുക്കാനായിട്ട്. പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കപ്പ് എടുത്ത് 20 കപ്പ് വെള്ളത്തിൽ, ഏതാണോ നമ്മൾ മെഷറിംഗ് കപ്പ് എടുക്കുന്നത് അതിന് × 20. അപ്പോൾ ഞാൻ യൂഷ്വലി എടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്റ്റീൽ കപ്പാണ്. ഇതിന് 20 ആയിട്ട് വെള്ളം കൂടെ ചേർത്ത് എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കൂടുതൽ നല്ലൊരു വളം കിട്ടാനില്ല. ഈ സ്ലറി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരത് കാണണം. പിന്നെ ഈ സ്ലറി ഉണ്ടാക്കി വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, അടപ്പുള്ള പാത്രം വേണം. പിന്നെ ഇത് വലിയ വെയിലത്തും വെക്കരുത്. ഡെയിലി ഇളക്കി കൊടുക്കാനും മറക്കുകയേ ചെയ്യരുത്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നല്ല പുളിച്ച് പൊങ്ങിയായിരിക്കും ഇത് നിൽക്കുന്നത്. യെസ്, പറഞ്ഞ പോലെ തന്നെ നല്ല പുളിച്ച് പത വന്ന് പൊങ്ങി നിൽക്കുക. ഇങ്ങനെ ആകാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് ഡൈലൂട്ട് ചെയ്യാം. ഇത് മിനിമം ഒരു 5-6 ദിവസം വെച്ച് കഴിയുമ്പോൾ ഈ പരുവാകും. പക്ഷേ ഡെയിലി ഇളക്കി കൊടുക്കാൻ മറക്കുകയേ ചെയ്യരുത്. ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇങ്ങനൊരു ബക്കറ്റാണ്. വലിയ നല്ല ബക്കറ്റൊന്നും വേണ്ട. ഇത് നമ്മൾക്കിവിടെ സ്ലറി, ബയോഗ്യാസിൻ്റെ സ്ലറി കളക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ബക്കറ്റാണ്. ഓക്കെ, അതിലേക്ക് നമ്മുടെ ഈ സ്ലറി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിക്കാണ്, നല്ല കുഴമ്പ് പരുവത്തിലായിപ്പോൾ ഇരിക്കുന്നത്. യാതൊരു മണവും ഇല്ല. മണം ഉണ്ടാക്കാതിരിക്കാനുള്ള അസൂത്ര സാധനം നമ്മളിതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മണമോ പുഴുവോ ഒന്നുമില്ല കേട്ടോ. ഒറ്റ കപ്പ് എടുക്കുക. നിറച്ചൊരു കപ്പ് എടുത്തു, ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3/4 ബക്കറ്റ് വെള്ളവും കൂടി ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യാം. കാരണം കൂടുതലായ നമ്മുടെ ചെടികൾക്ക് അപകടമാണ്. അതുകൊണ്ട് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. സോ ഇനി നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ഇവർക്കെല്ലാവർക്കും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കാൻ ഒരു മെത്തേഡുണ്ട്. ഏകദേശം 3/4 ബക്കറ്റ് വെള്ളമായി. നമുക്ക് ഓസ് മാറ്റിയേക്കാം. വളങ്ങളിൽ ഇടുകയാണെങ്കിലും ലിക്വിഡ് ഫോമിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമുണ്ട്. ഒന്നിൻ്റെ ചുവട്ടിലോട്ട് നേരെ ഒഴിക്കരുത്. നമ്മൾ ഇവരുടെ മണ്ണിനെ ഒന്ന് ഇളക്കി കൂന കൂട്ടുക. ഇത് ഓൾറെഡി ഞാനിങ്ങനെ കൂന കൂട്ടി തന്നെയാണ് നടുന്നതെല്ലാം. എന്നാലും ഒന്നുകൂടെ ഒന്ന് കൂനയാക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്ന വഴി അടുത്തുള്ള ചെറിയ കളകളൊക്കെ പോവുകയും ചെയ്യും. നമുക്ക് നല്ല പോലെ വളം ഒഴിച്ച് കൊടുക്കാനും പറ്റും. ഈ ചെടികളുടെ ചോട്ടിൽ നമ്മളിങ്ങനെ ഒരു ചാലുണ്ടാക്കി മണ്ണ് അവരുടെ ചോട്ടിലോട്ട് കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ചാലുണ്ടായി വരും. ഈ ചാലിലേക്കാണ് നമ്മുടെ സ്ലറി ഒഴിക്കേണ്ടത്. ഒരു കാരണവശാലും ഇതിൻ്റെ ചോട്ടിലോട്ട് ഒഴിക്കരുത്, ഇങ്ങനെയുള്ള ഈ ചാലിൽ. അപ്പോൾ ഇവരിത് പതുക്കെ അബ്സർവ് ചെയ്തെടുത്തോളും. അവർക്ക് ആവശ്യത്തിനുള്ള വളം സ്ലോ ആയിട്ട് അബ്സർവ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇവിടെ നമുക്ക് ഈ ചാലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ വെണ്ടയുടെ സെക്ഷനാണ്. ഇപ്രാവശ്യം നമ്മൾ 2 ടൈപ്പ് വെണ്ട നട്ടിട്ടുണ്ട്. എല്ലാം ആനക്കൊമ്പം തന്നെ, പക്ഷേ 2 കളറാണ്. പച്ചയുണ്ട്, ചുവപ്പുമുണ്ട്. അവർക്കും ഇത് ഇങ്ങനെ മണ്ണ് കൂട്ടുക. ഇപ്പം നമ്മളിങ്ങനെ ഓരോ സെക്ഷനിൽ ഓരോ ചെടിയുടെ അടിയിലേക്ക് മണ്ണ് കൂട്ടുമ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ചാലുണ്ടാവുകയാണ്.
നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സ്ലറി ഈ ഉണ്ടാക്കിയ ഇടഭാഗത്തോട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. യെസ്, ഇതാണ് പ്രോപ്പറായിട്ടുള്ള വളപ്രയോഗം. ഒന്നിൻ്റെ നേരെ മൂട്ടിലോട്ട് ഒഴിക്കരുത്, ഇടയ്ക്കോട്ട് മാത്രം ഒഴിക്കുക.